ഹലോ, ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണേ. വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരുടെ വീടും ഇപ്പോൾ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയേട്ടോ. അതുകൊണ്ട് ഞങ്ങളിതാ ചെറിയ വിഷുവിൻ്റെ തലേന്നാണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങളെ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയപ്പം ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ ഏട്ടാ നോക്കുകയാണേ. ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ വീട്ടിലത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങൾ ഫ്രിഡ്ജ് ഇങ്ങനെയാണ്. അങ്ങനെ ഏട്ടൻ ആ പണി ഏറ്റെടുത്തു. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ പായസം കൊണ്ടുവന്നത്. അപ്പം അതൊരു ഗ്ലാസ് ഞാൻ കുടിച്ചു, പിന്നെ ഒരു ഗ്ലാസ് ഏട്ടനും പാർന്നു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ അവിടെ കഴിഞ്ഞു. ഇനി സാധനങ്ങളൊക്കെ അതിനുള്ളിൽ ഒന്ന് വെച്ചാൽ മതി. ഇത്രയും സാധനങ്ങൾ അതിനുള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു കേട്ടോ. ഇത്രയും സാധനം ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെ അത് ഓരോന്ന് വെക്കുന്നതിനിടയ്ക്കാണ് അച്ഛതാ ഈ മീനും കൊണ്ടുവന്നത്. ചെക്കനാണെങ്കിൽ അത് കൈ കിട്ടാഞ്ഞിട്ടുള്ള തിരക്കില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ കാടമുട്ടേൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി കേട്ടോ, കോഴിക്കോട് ബീച്ച് സ്റ്റൈലുള്ള. പിന്നെ പിറ്റേ ദിവസമായി ഇന്നാണ് ഞങ്ങൾ തുടയ്ക്കലും അടിക്കലൊക്കെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കാൻ നോക്കി. പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ പിന്നെ അവൻ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ വേഗം ചെയ്തതാട്ടോ. അങ്ങനെ വീടൊക്കെ കംപ്ലീറ്റ് ക്ലീനായി. അപ്പോഴത്തേക്ക് ആശാൻ എണീറ്റ് വന്നപ്പോൾ ഞാൻ ഈ ഊഞ്ഞാലയിൽ ഇരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.